ഫിലിപ്പിയർ 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കർത്താവ് നമുക്ക് നൽകിയ രക്ഷയോർത്ത്, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതോർത്ത്, നിത്യജീവനെ നൽകിയവൻ, സകലത്തിലും അധികാരമുള്ളവനിൽ നാം എപ്പോഴും സന്തോഷിക്കണമെന്ന്. മാനുഷിക മനസ്സുകൾ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നോക്കി പലവിധ ചിന്തകളാൽ വലഞ്ഞ് ഉള്ളിൽ ഞരങ്ങി ഒരാശ്വാസവും ലഭിക്കാതെ ഇരിക്കുമ്പോൾ തിരുവചനം പറയുന്നു, യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാണെന്ന്. കർത്താവിൻ്റെ സന്നിധി സന്തോഷ പരിപൂർണതയും കർത്താവിൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ദൈവത്തിൻ്റെ ജനമായ നാം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിനെ അങ്ങ് നമ്മെ വീണ്ടും ജീവിപ്പിച്ചിരിക്കുകയാണ്. നയീൻ പട്ടണത്തിലെ വിധവയുടെ കണ്ണുനീരിനെ മാറ്റിയവൻ. സങ്കീർത്തനങ്ങൾ 30:11 പറയുന്നു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയല്ല, നാമും കർത്താവുമായിട്ടുള്ള ബന്ധത്തെ ആശ്രയിച്ച എത്രയെത്ര നന്മകൾ കർത്താവിന് ലഭിച്ചു. ആഗ്രഹിച്ചതിലും നനച്ചതിലുപരി നടത്തിയില്ലേ? മരണകരമായ അവസ്ഥകൾ കടന്നു വരാമായിരുന്ന സ്ഥാനത്ത് നമ്മളെ രക്ഷിച്ചില്ലേ? ബലഹീനമായ സമയങ്ങളിൽ ഉറപ്പും ധൈര്യവും തന്നില്ലേ? ആ കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് സന്തോഷിക്കാം. എല്ലാ കാലത്തും കർത്താവിൽ സന്തോഷിപ്പാൻ നാം ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ആമേൻ.